ഈ തേക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. തേക്കുന്ന പൗഡർ മനസ്സിലായില്ല. നമ്മുടെ ശരീരത്തിലെ പൗഡർ, ഈ തേക്കുന്ന സാധനങ്ങളൊക്കെ നേരെ ഈ സ്കിന്നിൽ നമ്മൾ ഈ കിരുന്ന ഈ സാധനങ്ങളൊക്കെ ഡയറക്റ്റ് പോകുന്നത് അങ്ങോട്ടാണ്, കിഡ്നിയെ ബാധിക്കും. എന്താണ് പറഞ്ഞങ്ങ് മനസ്സിലാവാത്തത്? കാരണം നിങ്ങൾക്കിത് ഓട്ടമില്ലാത്ത സാധനമാണെങ്കിലും ഇത് വളരെ സുഷിരങ്ങളുണ്ട് ഈ സാധനത്തിന്. ഈ സുഷിരങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ നിന്റെ വിയർപ്പ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ പുറത്തേക്ക് വരുമ്പോൾ ഉള്ളിലേക്ക് വലിക്കാൻ കഴിയില്ലേ? എന്താ മനസ്സിലാക്കാത്തത്? എടോ, ഇവിടെ സുഷിരങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ നീ നല്ല പോലെ നിന്റെ ഉള്ളിൽ ചൂട് വന്നാൽ എന്ത് ചെയ്യും? വിയർപ്പ് പുറത്തു വരുന്നില്ലേ? വിയർപ്പയിലെ പുറത്തു വന്നത് സുഷിരങ്ങളിലൂടെ. ഈ സുഷിരങ്ങൾക്ക് വികിരണം ചെയ്യാൻ കഴിയുന്നെങ്കിൽ എന്തിനു കഴിയും? ആഗിരണം ചെയ്യാൻ കഴിയില്ലേ? ഒരു സാധനത്തിന് വികിരണം ചെയ്യാൻ കഴിയെങ്കിൽ എന്തിനും കഴിയും? പറ, ആഗിരണത്തിന് കഴിയില്ലേ? ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾക്ക് ചില ബോഡി പൗഡർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ, കുട്ടികൾക്ക് ബേബി പൗഡർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ സമാധാനമില്ല. ആ കുട്ടികളെ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത് ചികിത്സിക്കേണ്ടി വരും. കുറച്ചാണ് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ബേബി പൗഡർ ഇല്ലേ, ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല. ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ബേബി പൗഡർ നിരോധിച്ചിട്ടുണ്ടല്ലോ. ഈ തേക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. തേക്കുന്ന പൗഡർ മനസ്സിലായില്ല. നമ്മുടെ ശരീരത്തിലെ പൗഡർ, ഈ തേക്കുന്ന സാധനങ്ങളൊക്കെ നേരെ ഈ സ്കിന്നിൽ നമ്മൾ ഈ കിരുന്ന ഈ സാധനങ്ങളൊക്കെ ഡയറക്റ്റ് പോകുന്നത് അങ്ങോട്ടാണ്, കിഡ്നിയെ ബാധിക്കും. എന്താണ് പറഞ്ഞങ്ങ് മനസ്സിലാവാത്തത്? കാരണം നിങ്ങൾക്കിത് ഓട്ടമില്ലാത്ത സാധനമാണെങ്കിലും ഇത് വളരെ സുഷിരങ്ങളുണ്ട് ഈ സാധനത്തിന്. ഈ സുഷിരങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ നിന്റെ വിയർപ്പ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ പുറത്തേക്ക് വരുമ്പോൾ ഉള്ളിലേക്ക് വലിക്കാൻ കഴിയില്ലേ? എന്താ മനസ്സിലാക്കാത്തത്? എടോ, ഇവിടെ സുഷിരങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ നീ നല്ല പോലെ നിന്റെ ഉള്ളിൽ ചൂട് വന്നാൽ എന്ത് ചെയ്യും? വിയർപ്പ് പുറത്തു വരുന്നില്ലേ? വിയർപ്പയിലെ പുറത്തു വന്നത് സുഷിരങ്ങളിലൂടെ. ഈ സുഷിരങ്ങൾക്ക് വികിരണം ചെയ്യാൻ കഴിയുന്നെങ്കിൽ എന്തിനു കഴിയും? ആഗിരണം ചെയ്യാൻ കഴിയില്ലേ? ഒരു സാധനത്തിന് വികിരണം ചെയ്യാൻ കഴിയെങ്കിൽ എന്തിനും കഴിയും? പറ, ആഗിരണത്തിന് കഴിയില്ലേ? ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾക്ക് ചില ബോഡി പൗഡർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ, കുട്ടികൾക്ക് ബേബി പൗഡർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ സമാധാനമില്ല. ആ കുട്ടികളെ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത് ചികിത്സിക്കേണ്ടി വരും. കുറച്ചാണ് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ബേബി പൗഡർ ഇല്ലേ, ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല. ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ബേബി പൗഡർ നിരോധിച്ചിട്ടുണ്ടല്ലോ.